നീ ഒന്ന് ശല്യം ചെയ്യാതെ പോണുണ്ടോ അശ്വതി? ഇത്തിരി നേരം പോലും ഒന്ന് സമാധാനം തരില്ല. ഏത് നേരവും ഇങ്ങനെ വായിട്ട് അലച്ചുകൊണ്ടിരിക്കും. ഗൗതം ഈർഷ്യയോടെ പറഞ്ഞുകൊണ്ട് ഫോണും എടുത്ത് എണീറ്റ് പോകുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അവളുടെ സന്തോഷങ്ങൾ എങ്ങോ പോയി. മറുകൈയിൽ ഒളിച്ചു വെച്ച കടലാസ് അവൾ ചുരുട്ടിപ്പിടിച്ചു. രാത്രിയിൽ കിടക്കാൻ നേരവും അവൾ അവനെ നോക്കിയിരുന്നു. 11:30 ആയിട്ടും അവൻ റൂമിലേക്ക് എത്തിയിട്ടില്ല. അവനെ നോക്കിയിരുന്ന് എപ്പോഴും അവൾ ഉറങ്ങിപ്പോയി. അവൻ വന്നതോ കിടന്നതോ അവൾ അറിഞ്ഞില്ല. ഗൗതം, എനിക്കൊരു കാര്യം പറയാൻ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അവൾ വീണ്ടും ചോദിച്ചു. എൻ്റെ അശ്വതി, നിനക്ക് എന്താ വേണ്ടത്? രാവിലെ ഇറങ്ങുമ്പോഴായാലും രാത്രി തിരികെ വരുമ്പോഴായാലും നീ ഓരോ കാര്യങ്ങളും കൊണ്ട് ഇങ്ങനെ വരല്ലേ? എന്തേലും വാങ്ങാനോ മറ്റോ ആണെങ്കിൽ ക്യാഷ് തന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്നെ എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? അവൻ കഴിപ്പ് നിർത്തി എണീറ്റ് പോയി. ഇതിപ്പോൾ പതിവായതുകൊണ്ട് അവൾക്ക് വലിയ വിഷമമൊന്നും തോന്നിയില്ല. ആവർത്തനങ്ങളിൽ എവിടെ വേദനിക്കാനാണ്? ദിവസങ്ങൾ ഒന്നിനു വേണ്ടിയും ആരെയും കാത്തുനിന്നില്ല. പതിവ് പോലെ രാവിലെ ഭക്ഷണം കഴിക്കാനിരിക്കുകയായിരുന്നു ഗൗതം. ടേബിളിൽ ഭക്ഷണം അടച്ചു വെച്ചിട്ടുണ്ട്. അവൻ ചുറ്റിലും നോക്കി. അവിടെ എങ്ങും കണ്ടില്ല. അശ്വതി, അശ്വതി, അവൻ വിളിച്ചു. അകത്തെ മുറിയിൽ നിന്നും അവൾ ഇറങ്ങി വന്നു. നീ ഇത് എവിടെയായിരുന്നു? വന്നേ, ഫുഡ് എടുക്ക്, അവൻ പറഞ്ഞു. ഫുഡ് അവിടെ വെച്ചിട്ടുണ്ടല്ലോ ഗൗതം, വാരിത്തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ മുറിയിൽ കയറി വാതിലടച്ചു. മുഖത്തടിയേറ്റ പോലെ നിന്നു പോയവൻ. ഇതുവരെ ഇത്തരം പെരുമാറ്റമൊന്നും അവളിലില്ലായിരുന്നു. അവൻ ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോയി. പിന്നീട് ഇതൊരു പതിവായി. അവൻ്റെ ആവശ്യങ്ങളെല്ലാം അവൻ പറയാതെ തന്നെ അവൾ ചെയ്തു. പക്ഷേ അവൻ്റെ കൺമുന്നിൽ കാണുന്നുണ്ടായില്ല അവളെ. അവനൊട്ട് അത് ശ്രദ്ധിച്ചുമില്ല. അവൻ്റെ ലോകം ഫോണും ജോലിയും മാത്രമായി. ആ ഗൗതം, കുറേ നാളായല്ലോ നിന്നെ കണ്ടിട്ട്. ഒരിക്കലൊരു ക്ലയൻറ്റ് മീറ്റിന് ശേഷം കാറിനടുത്തേക്ക് നടക്കവേ അവൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു. കുറച്ചധികം തിരക്കായി പോയടാ, അതാ, ഗൗതം മറുപടി പറഞ്ഞു. നീ എപ്പോഴും തിരക്കിലാണ് എന്നത് അശ്വതി പറഞ്ഞു. അശ്വതിയെ സ്ഥിരം കാണാറുണ്ട്, കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ അവൻ സംശയത്തോടെ നോക്കി. എവിടെ വെച്ച്? ഗൗതം ചോദിച്ചു. എൻ്റെ ഇളയ കുഞ്ഞിനെ ചേർത്ത കിൻഡർ ഗാർഡനിലെ ടീച്ചർ അശ്വതി അല്ലേ? നീ അറിഞ്ഞില്ലേ? അവൻ ചോദിച്ചു. ഗൗതം ഇത് കേട്ട് ഞെട്ടിപ്പോയി. പിന്നീടത് കൂട്ടുകാരനിൽ നിന്ന് മറച്ചു വെച്ചു. അറിയാം, അവൻ പറഞ്ഞു. ചുമ്മാ പറയുവല്ല കേട്ടോടാ. എത്ര നന്നായാണ് അവൾ കുഞ്ഞുങ്ങളെ നോക്കുന്നതെന്നോ. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ. കൂട്ടുകാരൻ പറഞ്ഞത് കേട്ട് അവൻ പുറമേ ഒന്ന് ചിരിച്ചു. ശരിയെന്നാ, ഞാൻ പോവാണ്, പിന്നെ കാണാം. സുഹൃത്ത് യാത്ര പറഞ്ഞു കൊണ്ടുപോയി. കുറേ നേരം എന്തൊക്കെയോ ആലോചിച്ച് നിന്ന ശേഷം അവൻ വണ്ടിയിൽ കയറിപ്പോയി. ഉച്ചയോടെ അവൻ വീട്ടിലെത്തി. വാതിൽ തുറക്കാൻ ശ്രമിച്ചു. കഴിയാതെ വന്നപ്പോൾ കാറിൻ്റെ ഡാഷ്ബോർഡിൽ നിന്നും ഡ്യൂപ്ലിക്കേറ്റ് കീ കൊണ്ടുവന്ന് വാതിൽ തുറന്നു. അകത്ത് കയറി എല്ലായിടത്തും അവൻ കയറി ഇറങ്ങി നോക്കി. അവളുടേതായ ജോലികളെല്ലാം അവൾ തീർത്തിട്ടുണ്ട്. ടേബിളിൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണവും അടച്ചു വെച്ചിട്ടുണ്ട്. അവനെല്ലാം നോക്കിക്കൊണ്ട് ഹാളിൽ സോഫയിലിരുന്നു. 3:30 അശ്വതി എത്തി. ഹാളിലെ സോഫയിലിരുന്നു. ഗൗതത്തിനെ കണ്ടിട്ടും അവൾ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറിപ്പോയി. അവളുടെ ആ രീതി അവനെ നന്നായി ചൊടിപ്പിച്ചു. അല്ലെങ്കിലേ തന്നോട് പറയാതെ ജോലിക്ക് പോയതിലുള്ള ദേഷ്യം ഇപ്പോൾ ഇതും. അശ്വതി, നിൽക്ക്, അവൻ ഇരുന്നിടത്ത് നിന്ന് എണീറ്റു. ആ വിളി പ്രതീക്ഷിച്ചതുപോലെ അവൾ അവനെ തിരിഞ്ഞു നോക്കി. നീ എവിടെ പോയതാണ് ഇതുവരെ? അവൾക്ക് മുന്നിൽ വന്ന് നിന്നവൻ. ജോലിക്ക്. അവളും അവനെ തന്നെ നോക്കി പറഞ്ഞു. ജോലിക്കോ? ആരോട് ചോദിച്ചിട്ടാ നീ ജോലിക്ക് പോയത്? ആരോട് ചോദിക്കണമായിരുന്നു? ഇതെൻ്റെ ലൈഫാ. അത് മറ്റുള്ളവരുടെ തീരുമാനത്തിനല്ലല്ലോ ഞാൻ ജീവിക്കേണ്ടത്. ഭർത്താവായ എന്നോട് പറയണമെന്ന സ്വാഭാവിക മര്യാദ പോലും നിനക്കില്ലേ? മര്യാദയെക്കുറിച്ച് താൻ പറയരുത് ഗൗതം. അങ്ങോട്ടും മാത്രമല്ല, തിരികെ ഇങ്ങോട്ടും ആകാം. ഞാൻ എന്ത് ചെയ്തുവെന്നാ? എന്നോട് പറയാതെ നീ ജോലിക്ക് പോയത് തെറ്റാണെന്ന് തോന്നുന്നില്ലേ നിനക്ക്? അത് മറ്റൊരാൾ വഴി ഞാൻ അറിയുമ്പോൾ എൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയോ നിനക്ക്? അവൻ്റെ ക്ഷമ നശിച്ചിരുന്നു. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ടല്ലേ? അവൾ പുച്ഛത്തോടെ മുഖം തിരിച്ചു. നീ എന്താ എന്നെ കളിയാക്ക? നീ ആരോട് ചോദിച്ചിട്ടാ ജോലിക്ക് പോയത്? ആരോടും ചോദിച്ചില്ല. എനിക്ക് തോന്നി ചെയ്തു. പിന്നെ നേരത്തെ പറഞ്ഞ മര്യാദയുടെ പേരിൽ ഞാൻ പറയാൻ വന്നതാ. എന്താണ് കാര്യം എന്ന് പോലും കേൾക്കാൻ നിൽക്കാതെ എന്നെ ആട്ടിപ്പായിക്കല്ലേ ചെയ്തത്? ആ ആളോട് ഞാനൊന്നും പറയാത്തതാണോ പ്രശ്നം? അവളും വീറോടെ പറഞ്ഞു. അപ്പോഴാണ് അവൻ കുറച്ച് ദിവസം മുമ്പ് അവൾ സംസാരിക്കാനായി വന്നത് ഓർത്തത്. അവൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. എന്തേ ഒന്നും പറയണ്ടേ ഇപ്പോൾ? നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോലും സമ്മതിക്കില്ല. എന്നിട്ട് ഞാൻ പറയാത്തതായി കുറ്റം. ഒരു കാര്യം ചോദിക്കട്ടെ, എന്നോട് സംസാരിച്ചാൽ എന്നെ ഒന്ന് കേൾക്കാൻ പോലും കഴിയാത്ത എന്ത് ജോലി തിരക്കാ നിങ്ങൾക്കുള്ളത്? വീട്ടു ചിലവിന് ആവശ്യത്തിനുള്ള പണം തന്ന ഒരു ഭർത്താവിൻ്റെ എല്ലാ കടമയും തീർന്നു എന്നാണോ? അവളിൽ അടക്കി നിർത്തിയ ദേഷ്യം പുറത്തേക്ക് വന്നു. പിന്നെ ഞാൻ എന്താ നിന്നെ തലയിലെടുത്തുകൊണ്ട് നടക്കണോ?
100 കൂട്ടം ജോലിയും അതിൻ്റെ പ്രശ്നങ്ങളും ഉള്ളവനാ. അതിൻ്റെ ഇടയിൽ നിന്നോട് കൊഞ്ചാനോ പുന്നരിക്കാനോ എനിക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതിന് ഒന്ന് നിർത്തുന്നുണ്ടോ? എപ്പോഴും ജോലി, അതിൻ്റെ പ്രശ്നങ്ങൾ കേട്ട് കേട്ട് മടുത്തു. ഇത്രയൊക്കെ പ്രശ്നങ്ങളുള്ളയാൾ എന്തിനും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു? തനിച്ചിരിക്കാനാണ് ആഗ്രഹിച്ചതെങ്കിൽ എന്നെ എന്തിനാ ഇതിലേക്ക് വലിച്ചിട്ടത്? അവനെ പറഞ്ഞു തീർക്കാൻ അനുവദിക്കാതെ അവൾ ചോദിച്ചു. അതിന് അവന് മറുപടി ഉണ്ടായില്ല. നിങ്ങൾ ചോദിച്ചില്ലേ നിന്നെ തലയിൽ കയറ്റിക്കൊണ്ട് നടക്കണമെന്ന്? അത്രയൊന്നും വേണ്ട. ജസ്റ്റ് ഞാൻ പറയുന്നതൊന്ന് കേൾക്കുകയെങ്കിലും ചെയ്തൂടെ? അടുത്തിരിക്കുമ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കുകയെങ്കിലും. എവിടെ 2-3 ആഴ്ചയായി ഭാര്യ കൂടെയല്ല ഉറങ്ങുന്നത് എന്ന് പോലും അറിയാത്ത ആളാണ് ചേർത്ത് പിടിക്കുന്നത്. അവൾ പുച്ഛത്തോടെ അവനെ നോക്കി. അവൻ വല്ലായ്മയോടെ അവളെ നോക്കി. ഏകദേശം തെറ്റൊക്കെ തൻ്റെ കയ്യിലാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു തുടങ്ങി. നാട്ടിലായിരുന്നപ്പോൾ അച്ഛനും അമ്മയും ഗൗരിയും കുട്ടികളും ഒക്കെയായി ഞാൻ ഒത്തിരി സന്തോഷിച്ചിരുന്നു. ഇവിടെ ഈ നഗരത്തിൽ വന്നതിന് ശേഷം ഈ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഞാൻ ശ്വാസം മുട്ടുകയായിരുന്നു. അറിയാമോ നിങ്ങൾക്ക്? ഒന്ന് സംസാരിക്കാൻ പോലും ആരുമില്ലാതെ വൈകിട്ട് ജോലി കഴിഞ്ഞ് ഗൗതം വരുന്നത് വരെ ഞാൻ അനുഭവിച്ചിരുന്ന ഒരു വീർപ്പുമുട്ടലുണ്ട്. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയൂ. വന്നു കഴിഞ്ഞാലെങ്കിലും എന്നോടൊന്നും മിണ്ടുക പോലുമില്ല. ഒരു കുഞ്ഞെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു പോയിരുന്നു. അവളിലെ ദേഷ്യം സങ്കടത്തിന് വഴിമാറി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ശബ്ദം ഇടറി. ഗൗതമിനും വിഷമം തോന്നി. തൻ്റെ നിർബന്ധമാണ് ഇപ്പോൾ കുഞ്ഞ് വേണ്ട എന്നത്. എൻ്റെ ആ തീരുമാനത്തെ അവൾ അംഗീകരിച്ചപ്പോൾ അവളെ അതുപോലെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതായിരുന്നു. തെറ്റായിപ്പോയി. അവൻ്റെ മനസ്സ് അവനോട് പറഞ്ഞു. പിന്നെ ജോലിക്ക് പോകുന്നത്. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് ഇങ്ങനെ പൊട്ടക്കിണറ്റിലെ തവളയെപ്പോലെ ഇതിനകത്തിരിക്കാനല്ല. അല്പമെങ്കിലും സന്തോഷവും സമാധാനവും കിട്ടിത്തുടങ്ങിയത് ഈ ജോലിക്ക് പോയതിനു ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഇത് തുടരാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ഒരു കാര്യം എപ്പോഴും ഓർക്കണം ഗൗതം, ഞാനും ഒരു മനുഷ്യജീവിയാണ്. എനിക്കൊരു മനസ്സുണ്ട്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഓർക്കണം. ഇനിയൊന്നും പറയാനില്ലാത്തപ്പോൾ അവൾ അകത്തേക്ക് കയറിപ്പോയി. ഗൗതം കുറേ നേരം സോഫയിലിരുന്നു. കഴിഞ്ഞത് മുഴുവൻ ആലോചിച്ചു. അവളെ ഒന്നിൻ്റെ പേരിലും കുറ്റപ്പെടുത്താനാവില്ല. അച്ഛനമ്മമാരുടെ ഓമന മകളാണ്. തൻ്റെ അച്ഛനും അമ്മയ്ക്കും 3ാമത്തെ മകൾ. അങ്ങനെയാണ് അവൾ ഗൗരിക്ക് സ്വന്തം ചേച്ചി. എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പെണ്ണ്. അവളെ എല്ലാവരും മത്സരിച്ച് സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ അവളുടെ സ്നേഹം മുഴുവൻ തനിക്ക് മാത്രം മതി എന്ന വാശിയിലാണ് അവളെ നാട്ടിൽ നിന്നും കൊണ്ടുവന്നത്. വരാൻ അവൾക്കും വിടാൻ വീട്ടുകാർക്കും വലിയ വിഷമമായിരുന്നു. ഒടുവിൽ എൻ്റെ മാത്രമായി കൊണ്ടുവന്നിട്ട് അവളെ ഒരു നിമിഷം പോലും സന്തോഷമായി നോക്കാൻ കഴിഞ്ഞില്ല. തെറ്റാണ്, എൻ്റെ മാത്രം തെറ്റ്. അവൻ്റെ മനസ്സ് എല്ലാം അംഗീകരിച്ചു. ഇനി തങ്ങളുടെ ജീവിതത്തിൽ സന്തോഷങ്ങളും സമാധാനവും ഉണ്ടാകുമെന്ന് അവൻ സ്വയം ഉറപ്പിച്ച് അവളുടെ മുറിയിലേക്ക് പോയി. ജനാലയുടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണവൾ. അവൻ അവളെ പിന്നിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. പെട്ടെന്നൊന്ന് ഞെട്ടിപ്പോയവൾ. സോറി. കഴുത്തിൽ അവൻ്റെ ചുടുനിശ്വാസം ഏറ്റവൾ ഒന്നേങ്ങി. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. പെട്ടെന്ന് തന്നെ അവൾ അവനെ തിരിഞ്ഞ് കെട്ടിപ്പിടിച്ചു. ഉള്ളിലെ സങ്കടങ്ങളെല്ലാം ഇരുവരും പരസ്പരം പറഞ്ഞു തീർത്തു. നാളുകൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം അവർ വീണ്ടും ഒന്നായി. അവൻ്റെ ഓരോ സ്പർശനത്തിലും അവളിലെ പെണ്ണ് പൂത്തുലഞ്ഞു പോയി. ഒടുവിൽ ആ കൂടിച്ചേരലിൻ്റെ അവസാനം ഒരു പുഞ്ചിരിയോടെ അവളിലേക്ക് അമർന്നു കിടന്നവൻ. അച്ചു, അവൻ ആർദ്രമായി വിളിച്ചു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർന്നു. നമുക്ക് കുഞ്ഞിനെപ്പറ്റി ആലോചിക്കാം. ഇനിയും അത് നീട്ടണ്ട. എന്തേ പെട്ടെന്ന് ഈ മാറ്റം? ഞാൻ ജോലിക്ക് പോകുന്നത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. പ്രഗ്നൻസി നിന്റെ ജോലിക്കൊരു തടസ്സമല്ല. നമ്മുടെ കുഞ്ഞിനെ നീ എത്ര കെയർ ചെയ്യുമെന്ന് എനിക്കറിയാം. അവൻ അവളെ കൂടുതൽ മുറുക്കി പിടിച്ചു. അവൻ്റെ പ്രണയം മതിവരാത്തപ്പോൾ അവളും അവനെ ഇറുകി പുണർന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.